നമ്മെ കൈവിട്ടുപോകുന്ന ജീവിതത്തെ അവസരോചിതവും ബുദ്ധിപൂർവമായ ഇടപെടലുകളിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയും. അത് നമ്മളെത്ര ഫ്രോഡായാലും. ഈ ഫ്രോഡ്നെസ്, അങ്ങനെ ഒരു വാക്കുണ്ടോയെന്നറിയില്ല, പക്ഷേ ഈ ഫ്രോഡ്നെസ് ഒളിപ്പിച്ചു വെച്ച് ജീവിത വിജയം കൈവരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നിത്യജീവിതത്തിൽ വിജയം നേടാൻ സഹായിക്കുന്ന തിരഞ്ഞെടുത്ത മോട്ടിവേഷണൽ ടിപ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കഥാനായകൻ സനോജ് കൃഷ്ണ എന്ന സനു പക്ക ഫ്രോഡാണെന്ന് നമുക്ക് മാത്രമേ അറിയൂ, പിന്നെ സനുവിൻ്റെ സ്പിരിച്വൽ ഗുരു അജയാനന്ദ സ്വാമിക്കും. ഫോണിലൂടെയും ചാറ്റിങ്ങിലൂടെയും അവരുടെ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് സനുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം. കപട ലോകത്തിൽ പരാജയപ്പെടുന്ന എല്ലാ ഭർത്താക്കന്മാർക്ക് പിന്നിലും ചൂലും പിടിച്ചുകൊണ്ടൊരു ഭാര്യയുണ്ടെന്ന് പറയപ്പെടുന്നു. അതൊഴിവാക്കാനായി ഭാര്യയിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുക. ഒരു പ്ലേറ്റോ ഒരു സ്പൂണോ കഴുകി വെച്ച് ഭാര്യയെ സഹായിച്ചാൽ ബോണസ് പോയിന്റ്. ഗുഡ് മോർണിംഗ് സുജിക്കുട്ടി. ഗുഡ് മോർണിംഗ്. നീ ഇത്രയും വേഗം അമ്പലത്തിൽ നിന്ന് വന്നോ? ഇന്ന് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. കോഫി. ഇന്നെന്താ അത്ര നേരത്തെ? പോയിട്ട് പക്ഷെ ആവശ്യമുണ്ട്, പണിയുണ്ട്. Suji, you are looking very beautiful today. Maru, let me help you with the dishes. മതി മതി, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഉറപ്പാണോ? ഓക്കെ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ ബോസിനെ സന്തോഷിപ്പിക്കുക. താൻ പാതി ബോസ് പാതി എന്നാണല്ലോ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇമെയിലുകൾ അയക്കുക. ബി കെയർഫുൾ, എല്ലാം ഒരുമിച്ച് അയക്കരുത്. ഗുഡ് മോർണിംഗ് സാർ, ഇത് സനോജാണ്. ഇന്നലെ രാത്രി ഞാൻ എല്ലാം ഫയൽസും റിവ്യൂ ചെയ്തു. കുറേ ലേറ്റായി, പക്ഷെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. യെസ് സാർ, ഷുവർ, നോ പ്രോബ്ലം. സാർ, പിന്നെ മോൻ്റെ പനിയൊക്കെ മാറിയോ? ഓക്കെ, ഇറ്റ്സ് ഗുഡ് ടു ഹിയർ സാർ. ശരി എന്നാ, ബൈ. മാന്യമായ വസ്ത്രം ധരിച്ചു വേണം ഓഫീസിൽ പോകാൻ. ഭാര്യയോട് സ്നേഹപ്രകടനം നടത്താനുള്ള ഈ സന്ദർഭം മുതലാക്കുക. സുജി, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? 9 മണിക്ക് വാൻ വരും. ബൈ സ്വീറ്റി. ബൈ. പിന്നെ സുജി, ഇന്ന് വൈകിട്ട് നമുക്ക് ഡിന്നറിന് പോയാലോ? ഓക്കെ. ബൈ. ബൈ. എന്ത് പറ്റിന്ന് സനൂന്? പുഞ്ചിരിക്കാത്തവർ കഷ്ടപ്പെടും. അതുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി വേണം എല്ലാവരോടും ഇടപഴകാൻ. സെക്യൂരിറ്റി ഗാർഡ് മുതൽ. ഹലോ രാജു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ മാറിയോ? എന്നാലും പിന്നെ കാണാം കേട്ടോ. ആമിന, നമുക്കൊന്ന് കാണാം. റിയലി ലൈക്ക് യുവർ ഔട്ട്ഫിറ്റ്. ഓക്കെ. ജോൺ, നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ. ഓക്കെ. മനസ്സിലുള്ള ദേഷ്യവും സങ്കടവും
ഒരിക്കലും മുഖത്ത് പ്രകടിപ്പിക്കും. താനെന്റെ കാശ് മുഴുവൻ തിരിച്ചരണം. ഡബിളും ട്രിപ്പിളും ആക്കാന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഓരോന്നിലും കാശ് ഇറക്കിച്ചിട്ട് ഒക്കെ വട്ടം പൂജ. സുഭാഷ് സാറേ, ഈ കറൻസി മാർക്കറ്റിലും സ്റ്റോക്ക് മാർക്കറ്റിലും കാശ് പോവാൻ നല്ല ചാൻസ് ഉണ്ട്. നോ ഗ്യാരണ്ടി. അങ്ങനെയല്ലല്ലോ താൻ എന്നോട് പറഞ്ഞത്. ട്രിപ്പിൾ ആക്കി തരാം, ഒരു റിസ്കും ഇല്ല. എനിക്കെന്താ കാശ് തിരിച്ചു വേണം? ഇവിടെ വീട് പണിക്ക് വെച്ച കാശാണോ? നീ എന്ത് പണ്ടാരെങ്കിലും ചെയ്ത് എന്റെ കാശ് തിരിച്ചാ നീ ഞാൻ ഈ ഓഫീസിൽ കെട്ടി തൂങ്ങിച്ചാവും. സർ പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വിൽ വർക്ക് ഓൺ ഇറ്റ്. സർ പിന്നെ ഒരു ഉള്ളി കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ട്, അത് ട്രിപ്പിൾ ആവുമെന്ന് ഉറപ്പാ. വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ പിന്നെ കുപ്പിയിലാക്കാൻ നോക്കണ്ട. നീ എന്തെങ്കിലും പണ്ടാരം ചെയ്ത് എന്റെ കാശ് തിരിച്ചാ നീ ഞാനിവിടെ കിടന്ന് ചത്ത് കളയണ്ട. അതിനു മുമ്പ് നിന്നെ ഞാൻ തരാം. അത് നിന്റെ ഒടുക്കത്തെ ആഴ്ച വരുന്നത് എന്റെ മാഹം. ഓക്കെ സർ. ഹലോ ഉണ്ണി, ഇത് സനോജാണ്. നല്ലൊരു സ്റ്റോക്ക് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ആൻ അൺഡിസ്കവേർഡ് ജെം. ആ, അണിയൻ ട്രേഡിംഗ് തന്നെ. ആ, പാകിസ്ഥാനിൽ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഹവാല പണോ? ഛേ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വിൽ ഹാൻഡിൽ. ഓക്കെ, ശരി എന്നാ, ടോക്ക് ടു ലേറ്റർ. ബൈ. ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും സ്വന്തം അച്ഛനമ്മമാരെക്കാൾ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കണം. ഭാര്യയുടെ സ്വത്ത് വേഗം കയ്യിൽ കിട്ടാൻ ഇതുപകരിക്കും. സുജി, നിന്റെ അച്ഛൻ ഐപാഡ് എന്താണെന്ന് ചോദിച്ചിരുന്നു. ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഐപാഡ് 2. അടുത്ത ആഴ്ച പോകുമ്പോ നമുക്ക് കൊടുക്കാലോ. അതൊന്നും വേണ്ടിയിരുന്നില്ല സനു. നമ്മുടെ അച്ഛനെ വേണ്ടിയല്ലേ സുജി. എല്ലാ സനുവിന്റെ ഇഷ്ടം. ഭാര്യയുടെ ജോലിസ്ഥലത്തെ വിശേഷങ്ങൾ അറിയുക. വല്ലവനുമായി അടുപ്പം കൂടുന്നുണ്ടെങ്കിൽ അറിയാൻ ഇതാണ് എളുപ്പമാർഗം. സുജി, ഓഫീസിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ? ഐ മീൻ, എനി ന്യൂ ഗോസിപ്സ്? നത്തിങ് സനു, കോൾ സെന്ററിലെ ജോലിയല്ലേ. പിന്നെ എന്റെ ക്ലാസ്മേറ്റ് ഒരാൾ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. ഹീസ് ഇൻ ആർ ടീം. നന്നായി പാട്ട് പാടും. അത് കൊള്ളാലോ. യു മസ്റ്റ് ബി എക്സൈറ്റഡ്. ശ്രീകാന്ത് ആളും എടുക്കാനാ. ശ്രീകാന്തിന്റെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കൂ, എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടാലോ. ശ്രീകാന്ത് ഇത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സനുവിനെ പരിചയപ്പെടാൻ. ഞാൻ വല്ലതും ഉണ്ടാക്കട്ടെ. ഓക്കെ ഓക്കെ. ശ്രീകാന്ത് അല്ലേ? അതെ, സനോജ് അല്ലേ? സോറി, നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. അതൊന്നും കുഴപ്പമില്ല. ശ്രീകാന്ത് നമ്മുടെ റോയൽ കോൾ സെന്ററിൽ ജോയിൻ ചെയ്തെന്ന് കേട്ടു. ജസ്റ്റ് ലാസ്റ്റ് വീക്ക്. അത് അത്ര നല്ല കമ്പനിയാണോ? ആ, ശ്രീകാന്ത് വന്നു. ഞാൻ ശ്രീകാന്തിന് ഇഷ്ടമുള്ള കാഷ്നട്ട് ഉണ്ട ഉണ്ടാക്കായിരുന്നു. നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ശ്രീകാന്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റാർ ആയിരുന്നു. അതാളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി ഒഴിവാക്കുക, അതാണ് ബുദ്ധി. ശ്രീകാന്ത് സ്മോൾ കഴിക്കോ? ശ്രീകാന്ത് അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല. ടീ ആണ് ഇഷ്ടം. ആണോ? എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ ചായയും ഉണ്ടയും കൊണ്ടുവരാം. ഇരിക്കൂ ശ്രീകാന്ത്. ഇതാണ് ഞാൻ ഞങ്ങളുടെ വെഡിങ് ആൽബം. പിന്നെ ശ്രീകാന്ത് അന്ന് പാടിയ സ്വാമിനാഥ പരിപാല കീർത്തനം ഒന്നുകൂടി പാടാമോ? വേറെ ആരും ഇത്രയും നന്നായി പാടി കേട്ടിട്ടില്ല. പക്ഷെ അത് വേണോ? ഞാനിപ്പോ അങ്ങനെ പാടാറൊന്നുമില്ല. ഈ റിയാലിറ്റി ഷോസിന്റെ അതിപ്രസരം കാരണം പാട്ടൊക്കെ അങ്ങോട്ട് മതി. അല്ല, എല്ലാം കൂടി.
ചായയും ഉണ്ട്. താങ്ക് യു സാർ. ശ്രീകാന്തിന് കല്യാണാലോചന വലുതുമായോ? എൻ്റെ ഓഫീസിൽ നല്ലൊരു കുട്ടിയുണ്ട്. ഷീസ് ബ്യൂട്ടിഫുൾ. കല്യാണത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അപ്പോ സ്വാമിനാഥ പാടു ശ്രീ. നിങ്ങളൊക്കെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് പാടാം. സ്വാമിനാഥ പരിപാലയാശുമാ, സ്വാമിനാഥ പരിപാലയാശുമാ, സ്വാമിനാഥ പരിപാലയാശുമാ, സ്വപ്രകാശ മല്ലീശ ഗുരുഗുഹദേവസേനേശ, സ്വാമിനാഥ പരിപാലയാശുമാ. വാമദേവ പാർവതി, വാമദേവ പാർവതി. അയ്യോ, ബാത്റൂം എവിടെ? ഇവിടെ. ഹലോ, മാഫിയ ശശിയല്ലേ? ഇത് സനോജാണ്. ഒരു കൊട്ടേഷൻ ഉണ്ട്. കൊല്ലണ്ട, നല്ലോണം ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. ഓക്കെ, ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ശരി എന്നാ, യാ ബൈ. ഓ താങ്ക് യു സുചി. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അടുത്ത ആഴ്ച വരാം. കുറച്ചേരല്ലേ ആയുള്ളൂ, ഒന്നും കഴിച്ചില്ല. ഞാൻ ഈ ഉണ്ട പാക്ക് ചെയ്തല്ലോ. വേണ്ടേ വേണ്ട, ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച മറക്കാണ്ട് വരണം കേട്ടോ. എന്തായാലും വരാം. ബൈ. എന്ത് പറ്റി സുജി? നോട്ട് ഫീലിംഗ് വെൽ, തലവേദന. ഓഫീസിൽ എനി പ്രോബ്ലംസ്? ശ്രീകാന്തിനെ ആരോ തല്ലി, ആരാണെന്നറിയില്ല. പാവപ്പ ഹോസ്പിറ്റലിലാ. ആ തല്ലിയാണ്ട് തലയിൽ എടുത്തീ വീഴട്ടെ. എവിടെയോ കിടന്ന ശ്രീകാന്തിന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വിധിയുടെ ഒരു വിളയാട്ടോ. ഓ സാമ്യ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? കൊത്തിക്കത്തി പുറത്തി കയറി കളിക്കരുത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഗുരുക്കന്മാർക്കിട്ട് പണിയരുതെന്നോ? എടാ ശ്രീ എന്റെ മോനാ, നിനക്കറിയാവോ? നിന്റെ സ്പിരിച്വൽ ഗുരുവായ എന്നോട് തന്നെ വേണം നീ പണി, അല്ലേ? അടിച്ചിന്റെ എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരൂ സ്വാമി. അതായത് ശുചിക്ക് സനുവിനെ ഇങ്ങനെ ചൂണ്ടാൻ ഇവരിൽ കൊണ്ട് നടക്കണം, അല്ലേ? അത് മതി. പറഞ്ഞു തരാം, എഴുതിക്കോളൂ. ആദ്യമായി അവനെ അങ്ങ് ഇഗ്നോർ ചെയ്യുക, പക്ഷേ അവനതറിയരുത്. രണ്ടാമതായി എല്ലാ ദിവസവും എന്തെങ്കിലും വ്രതങ്ങൾ എടുക്കുക. അതായത് തിങ്കളാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, അങ്ങനെ പലതും. ജസ്റ്റ് എ ഷോ. മൂന്നാമതായിട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ATM കാർഡ് ഉണ്ടോ? എങ്കിൽ അവൻ്റെ പൈസയൊക്കെ വിഡ്രോ ചെയ്ത് ലാവിഷായിട്ട് അങ്ങോട്ട് ചിലവാക്കുക. എന്നിട്ട് വെടിക്കെട്ട് പോലെ അങ്ങോട്ട് ജീവിക്കുക. അത് മതി, അവനൊരു പാഠം പഠിക്കും. താങ്ക് യു സ്വാമി. നല്ലത് വരട്ടെ. ആഗ്രഹങ്ങൾ ആക്രാന്തങ്ങളായി എല്ലാം തനിക്കാക്കി പരക്കം പായുന്ന മനുഷ്യ, ചോദിക്കൂ നിന്നോട് തന്നെ ഈ കപടലോകം കെട്ടിപ്പടുക്കുന്നതാർക്കു വേണ്ടി? ചോദിക്കൂ നിന്നോട് തന്നെ ഈ കപടലോകം കെട്ടിപ്പടുക്കുന്നതാർക്കു വേണ്ടി?